അജിത്തിൻ്റെയും സോനിമയുടെയും വെഡ്ഡിങ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് എലമെൻറ്റ്സ് എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഈ ഒരു റിട്ടേൺ ഗിഫ്റ്റ്. മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഒരു ഇത് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ഇനി വരുന്നൊരു ഫ്യൂച്ചറിലേക്ക് ഭയങ്കര അടിപൊളി ഒരു സംഗതിയാണ് ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക്. അപ്പോൾ അത് നല്ല രസമായിട്ട് അവർ പ്രസൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്യൂഷൻ ടീം അടിപൊളിയായിരുന്നു. അവരുടെ ഒരു സൂപ്പർ പെർഫോമൻസിൻ്റെ ക്ലിപ്പ് ഞാൻ ലാസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൻറ്റയർ ഫാമിലിയുടെ ഒരു പ്രത്യേകത, അവർ എല്ലാവരും ഒരുമിച്ച് ഭയങ്കര രസമായിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന ടീമാണെന്ന് എനിക്ക് തോന്നി. പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു മാരേജ് കൂടെയാണ്. ഈ ഒരു ചെറിയ കുട്ടിയിൽ ഡാൻസ് തുടങ്ങി അവരുടെ ഫാമിലിയിലുള്ള എല്ലാ കസിൻസും പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതും എന്ത് എനർജിയോടുകൂടി എൻജോയ് ചെയ്തിട്ടാണെന്ന് അറിയാം അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറെ ഡാൻസേഴ്സിനെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പുള്ളിയാന്ന് തോന്നുന്നു അവർക്കൊക്കെ ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തത്. ആൾ ഫ്രണ്ടിൽ പോയിരുന്ന് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ എങ്ങനെയാണ് കളിക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നെ അജിത്തും ജോയിൻ ചെയ്തു. സോണിമ ഇത്തിരി ഷൈ ടൈപ്പാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരത്തെ ജോയിൻ ചെയ്തില്ല. അങ്ങനെ നമ്മൾ ഫ്യൂഷൻ വെച്ച് എൻഡ് ചെയ്തു. ബൈ ഫ്രം ജിനിയ ടോണി.